ഉപദേശിക്കാനുള്ള അർഹതയോ പക്വതയൊന്നും എനിക്കില്ലെന്ന് തർക്കുത്തരം പറയാൻ കഴിയും വിജയന്. ഏട്ടന്റെ സ്ഥാനമുണ്ടല്ലോ. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അർത്ഥം ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ്, പ്രേമമാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെയല്ലേ? സ്വന്തം മോപ്പയുടെ മകനാണെങ്കിലും വിജയന് തോന്നുന്നുണ്ടോ അമ്മയെ ബന്ധത്തിന് സമ്മതിക്കുമെന്ന്? സുഭദ്ര ചിറ്റയ്ക്ക് എന്നോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ. ഇഷ്ടക്കേടുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്, ഈ വിവാഹ ബന്ധത്തിന് സമ്മതിക്കുമെന്നാണ്. വിജയൻ അറിയാലോ, നമ്മളൊക്കെ അമ്മയുടെ തണലിലാണ്. അമ്മയുടെ വാക്കിനെതിരായി നമുക്കൊന്നും പറയാനോ ചെയ്യാനോ കഴിയില്ല. അതിന് അധികാരവും ഇല്ല. അമ്മ പറയുന്ന അനുസരിക്കുക മാത്രമാണ് നമ്മുടെ കടമ. അങ്ങനെയല്ലേ നമ്മളൊക്കെ ഈ വീട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞത്? അതൊക്കെ ശരിയാണ്. എന്നാലും പറഞ്ഞാൽ മനസ്സിലാവില്ല ചിറ്റയ്ക്ക്. പറഞ്ഞാൽ മനസ്സിലാവാത്ത വിധിയൊന്നല്ല അമ്മ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരെ കുറിച്ച് അമ്മയ്ക്ക് ചില നിശ്ചയങ്ങളുണ്ട്, കണക്കൂട്ടലുകളുണ്ട്, സ്വപ്നങ്ങളും ഉണ്ട്. അത് തെറ്റിക്കരുത്. ഉപദേശമായിട്ടെടുക്കാം, സൂചനയായിട്ടെടുക്കാം, അതും അല്ലെങ്കിൽ മുന്നറിയിപ്പായിട്ടും എടുക്കാം. അമ്മയുടെ പ്രസ് മീറ്റിംഗിന് സമയം ഞാൻ പോണു. മനസ്സി, ഇതിപ്പോ തിരക്കിട്ട് ചിറ്റയോട് പറഞ്ഞ് പ്രശ്നമാക്കരുത്. പറയേണ്ടതൊക്കെ അപ്പപ്പോ പറയുന്നല്ലേ നല്ലത്. കൺഗ്രാറ്റുലേഷൻ മാഡം. താങ്ക് യു വെരി മച്ച്. ഡിസിപ്ലിൻ പ്ലീസ്. എക്സ്ക്യൂസ് മീ മാം, മാഡത്തിന്റെ അടുത്ത ആൽബത്തിന്റെ കോമ്പോസിഷൻ തുടങ്ങിയോ? അതിനെക്കുറിച്ച് ഡോണ്ട് കോൾ ഇറ്റ് ആൻ ആൽബം. ആളുകൾ പിന്നെയും പിന്നെയും ഉപയോഗിച്ച് ക്ലീഷ ആക്കിയ ഒരു വാക്കാണത്. ഐ കോൾ ഇറ്റ് മൈ കോൺസെപ്റ്റ്, മൈ പെർഫോമൻസ്. ഫൈനൽ റൗണ്ടിൽ എത്തിയ സ്ഥിതിക്ക് ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഫൈനലിൽ പങ്കെടുക്കും. ആൻഡ് ദിസ് വിൽ ബി മൈ ലൈഫ്സ് മോസ്റ്റ് ആംബിഷ്യസ് പ്രോഗ്രാം. ഇത് എന്റെ മകൾ മാനസി കൊറിയോഗ്രാഫ് ചെയ്യും. ഇവൾ സംഗീത, പിന്നെ എന്റെ ജ്യേഷ്ഠന്റെ മകൻ വിജയ്. ഇവരായിരിക്കും ലീഡ് പെർഫോമൻസ്. മാഡം, ഇത് പുതിയ ടീം ഇൻഫാക്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പറയട്ടെ. അതെന്താണെന്ന് മാഡത്തിന് മാത്രമേ അറിയാവൂ. താങ്ക് യു. ഇറ്റ് വിൽ ബി ഓൺ എ ന്യൂ തീം, ഈക്വാലിറ്റി, സ്ത്രീ പുരുഷ സമത്വം. ലെറ്റ് us say sort of അർദ്ധനാരീശ്വര myth. അതൊരു പഴയ നമ്പർ അല്ലേ മാഡം? കുമാരസംഭവം മുതൽ ഇങ്ങോട്ട്. നോ നോ നോ, ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസസിൽ ഏറ്റവും പ്രസക്തമായ തീം. പുരുഷ മേധാവിത്വത്തെ കുറിച്ച് വേണ്ടത്ര റിയലൈസ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ഒരു ആവറേജ് സ്ത്രീക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. എന്റെ പേഴ്സണൽ ലൈഫിൽ പോലും. മാഡം, യെസ്, ഇഫ് ഐ മേ ആസ്ക്, മാഡത്തിന്റെ പേഴ്സണൽ ലൈഫ് കുറച്ച് പ്രശ്നമായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. പ്രശ്നമായിരുന്നെന്നോ? ഇറ്റ് വാസ് എ ടോട്ടൽ ഡിസാസ്റ്റർ. ഒരു പുരുഷൻ, none other than my husband, ruined me. 18ാമത്തെ വയസ്സിൽ ലോകം എന്താണെന്ന് തിരിച്ചറിയാൻ പക്വതയില്ലാത്ത കാലത്ത് ഞാൻ പടിയിറങ്ങി പോന്നതായിരുന്നു അയാളുടെ കൂടെ. പുച്ഛിച്ചു, പരിഹസിച്ചു. He was ridiculing me all along. സഹിക്കാൻ വയ്യാതായപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും. എന്നെയും 2 കൊച്ചു പെൺകുട്ടികളെയും തനിച്ചാക്കിയിട്ട് ആ മനുഷ്യൻ ഇറങ്ങിപ്പോയി. അന്ന് മുതൽ എനിക്ക് വാശിയായിരുന്നു. ജയിക്കാനുള്ള വാശിയല്ല, ഇനി ഒരിക്കലും തോൽക്കാതിരിക്കാനുള്ള വാശി. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഈ പെർഫോമൻസുകളാണ്. ഇതിനെ അലങ്കോലപ്പെടുത്താൻ ഞാൻ ആരെയും ഒരിക്കലും അനുവദിക്കില്ല. വാശിയാണ്, വേണമെങ്കിൽ പകയാണെന്ന് തന്നെ കൂട്ടിക്കോ. എന്റെ ഭർത്താവിനോട് എനിക്ക് ചെയ്യാവുന്ന പ്രതികാരം. ഇത് പ്രദീപന്, ഇത് ജോസഫിന്, ഇത് ഹമീദിന്. താൻ കണ്ടില്ലടോ, അവളവിടെ കിടന്ന് തുള്ളുന്നു. ആ സ്വാമിയോട് പറഞ്ഞ 314 ഹിയറിംഗ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കാൻ. അല്ലെങ്കിൽ താൻ എങ്ങനെ അറിയാനോ എന്റെ വിഷമം? ആ രാജാമണി കേസിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഹാജരാവേണ്ടത് നാളെയാണ്. അതൊന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കണം. ശരി, ഇത്തവണ എന്താ ബാധിച്ച് തോറ്റല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ ഭാവം? കോർട്ടിലേക്ക് പോക്കോ. താൻ എന്തിനാണോ ഇങ്ങനെ കിടന്ന് പടയുന്നത്? ഹയർ കോർട്ടിലേക്കുള്ള പേപ്പേഴ്സ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കാം. 5 പേപ്പേഴ്സ് കാലം കുറെ ആയാലൂടെ താനിത് തുടങ്ങിയിട്ട്. സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ആളില്ലാ ബെഞ്ച്, കുടുംബ കോടതിയൊക്കെ ആയിട്ട്. തനിക്കറിയില്ലേ, വെറും സരിഗമപ്പ പാടി നടന്നവളെ ഞാനായി നിലയിലാക്കിയത്. എന്നിട്ട് അവളെ എന്നെ അടിച്ചിറക്കിയിരിക്കുന്നു. ഇപ്പൊ പച്ചക്കള്ളം പറഞ്ഞ് നടക്കുക, ഞാൻ അവിടെ മുഖത്ത് ചവിട്ടിട്ടാ ഇറങ്ങിപ്പോന്നു. ഹലോ, ഞാൻ പറഞ്ഞു നിൽക്കുന്ന എനിക്ക് സമയമില്ല. അയ്യോ വേണ്ട, ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറച്ചിട്ടുണ്ട്. തനിക്കൊരു കാര്യം ചെയ്യാവോ? മൊയ്തീനെ, എന്തോ? അയ്യോ മൊയ്തീനെ. എടോ വക്കീലെ, ഞാൻ പറയുന്നത് കേട്ടോ. എന്തോ മൊയ്തീനെ, എന്തോ ഇവരെവിടെ പോയി? എടോ മൊയ്തീനെ, എന്തോ? എടാ, കത്തിക്കുത്ത് കേസിലെ സാക്ഷി മുങ്ങിന്ന്. കടലിലെ പുഴയിലോ?
കടലിലാണെങ്കിൽ വിഷമിക്കേണ്ട 3-ാം ദിവസം കരയ്ക്ക് എടുത്തോളും. അതും മുങ്ങിയതിന്റെ 30 അടി അപ്പുറത്ത്. പുഴയിലാണെങ്കിൽ അതല്ല, കാണാനില്ലെന്ന്. ഇന്നാണ് വിസ്താരം മൊയ്തീനെ, ഇന്നാണ് വിസ്താരം. അതൊരു പ്രശ്നമാക്കണ്ടേ. പ്രതിയുടെ അമ്മായിപ്പം മരിച്ചു എന്ന് പറഞ്ഞു വക്കീൽ സാർ കേസ് ഒരാഴ്ചക്ക് നീട്ടിവെക്കി. ഇതിനിടയിൽ സാക്ഷിയെ തപ്പിയെടുത്തോണ്ട് വന്ന കാര്യം ഞാൻ ഏറ്റു. ഈ ദുനിയാവിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരാം. അതിന് അവന്റെ അമ്മായിപ്പം മരിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു മരിച്ചിട്ടില്ലെന്ന്? മരിച്ചിട്ട് 5-6 കൊല്ലങ്ങളായി. മൊയ്തീനെ, എന്റെ ആർക്ക് സാറേ, സാറിന്റെ കേസിനും വേണോ സാക്ഷികള്? ഞാൻ കൊണ്ടുതരാം. നല്ല മണി പോലുള്ള സാക്ഷികൾ. തത്ത പറയും പോലെ പറയും. പാട്ട് പാടാൻ കഴിവുള്ള ആരെങ്കിലും എനിക്കറിയാവോ? എന്റെ മൂത്താപ്പ നന്നായി പാടും. പക്ഷെ അത് വേണ്ട, അതിന്റെ ശീശ അടിഞ്ഞ് തീരാറായി. തന്നെയല്ല, കണ്ണിനും കാഴ്ച കുറവാ. സഹായത്തിന് എപ്പോഴും ഒരാൾ കൂടെ വേണം. എന്നാലും പാട്ടിനൊരു കുറവൊന്നുമില്ല. അല്പം തരികിടയൊക്കെ വശമുള്ളൊരു പാട്ടുകാരനാണ് എനിക്ക് വേണ്ടത്. അതിനെന്തിനാ അത്ര ദൂരം തപ്പി പോണേ? ഈ ഞാൻ തന്നെ നല്ലൊരു ഗായകനല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ച ശാസ്ത്രീയ സംഗീതമാണ്. ശാസ്ത്രീയ സംഗീതം. ഇതല്ല, ഇതിനേക്കാൾ നല്ലൊരു ഗായകന് ഏരിയ കിട്ടില്ല. എന്താ എന്റെ ഉദ്ദേശം? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, അവിടെ അഹങ്കാരം അടക്കുക. എടോ വക്കീലെ, കഴിഞ്ഞ 10-15 വർഷമായിട്ട് പത്രങ്ങൾക്കും വിഷ്വൽ മീഡിയകൾക്കും വേണ്ടി സെന്റിമെന്റൽ നുണകൾ ഉണ്ടാക്കി നടന്ന കാലത്തൊക്കെ ഈ ഒരു തിങ്ങലായിരുന്നു മനസ്സിൽ. വീടില്ല ഞാൻ, ഒരു മകളെങ്കിലും എനിക്ക് വേണം. താൻ നോക്കിയിട്ടൊന്നും നടന്നില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല തന്റെ നിയമത്തിന്. കുഴപ്പത്തിലേക്ക് ആർക്ക് സാറിന് നീക്കം? ഒരു കുഴപ്പമില്ല. അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ട് ഞാനങ്ങ് തയ്ച്ചു. പാട്ടുകാരനാണുണ്ട്, അത് പറ. അന്വേഷിക്കണം. കള്ളസാക്ഷി പറയാൻ ആളെ പിടിക്കുന്ന പോലെ അത്ര ഈസി അല്ലത്. എന്നാ അന്വേഷിക്കണം വേഗം. ഒരുത്തിനുണ്ട്, ഒരു ചാർലി. പക്ഷെ എപ്പോഴാ മുങ്ങ എപ്പോഴാ പൊങ്ങാന്ന് പറയാൻ പറ്റില്ല. നീ ഇങ്ങനെ ദയ കാട്ടിട്ട് ആ ചാർലി കാശും തരാതെ മുങ്ങി നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തരാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ എന്താ നീ പിടിച്ചിട്ട് വാങ്ങിയില്ല? അതിനെന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നത്? ആ ചാർലി ഇങ്ങോട്ട് വരണ്ടേ? ഇനിയിപ്പോ എവിടെ പോയി തരാനാ അവനെ? അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കില്? ഓ, അതിന് അവൻ എവിടെയാ ബന്ധുക്കള്? ആ കണ്ണുപൊട്ടി പെണ്ണ് 4 പിള്ളേരും അല്ലാതെ. ദൂരെ എവിടെയോ ആരോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ 2 പൊട്ടിച്ചാലേ കാര്യം നടക്കൂ. അവനെയോ അവന്റെ ശിങ്കടികളെയോ ബന്ധുക്കളെയോ ആരെങ്കിലും ഒന്ന് ചവിട്ടിയാലേ സാറേ, ഇവിടെ ചവിട്ടിയാലേ അവിടെ നിൽക്കുള്ളൂ. എത്രയായി? ആ ചാർലി തരാനുള്ള കാശ് കിട്ടിയോ? എവിടെ? ഒരു ദിവസം അവനെന്റെ കൈ കിട്ടും. താനിങ്ങനെ എല്ലായിടത്തും നിന്ന് ക്രോസ് സുസാരം നടത്തിയല്ലേ ചാർലി എവിടാന്ന് ആരും പറഞ്ഞിരത്തില്ല. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു അടുത്ത ബന്ധുവാണെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കണം. സാറ് പറഞ്ഞത് അതിന്റെ ശരി. ഞാനൊന്ന് നോക്കട്ടെ. ഇത്തവണ മൊയ്തിന് കിട്ടിയിരിക്കും. നമസ്കാരം. ഈ ചാർലി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വരാറുണ്ടോ? നിങ്ങൾ എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. ചാർലിയുടെ ആരാ? ഒരു ബന്ധുവാ. സ്വന്തത്തിലുള്ള ബന്ധു, ബന്ധത്തിലുള്ള ബന്ധു, ക്ലോസ് ബന്ധുവാ. നിന്നെയാണോ ഞങ്ങൾ തെരഞ്ഞു നടക്കുന്നത്? എടുക്കടാ കാശ്. കുറെ കാലായാലും നീ മായം തിരിഞ്ഞ് നടക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ കാശ് കൊണ്ടുവന്നതല്ല, അവൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. കള്ളം പറഞ്ഞോടാ. നിനക്കറിയടാ ചാർലി എവിടെയാണെന്ന്? ചാർലി എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലേ.